ശ്രീ പ്രശാന്ത്, ഈ ട്രംപ് കഴിഞ്ഞ ദിവസം ഹമാസിനൊരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇസ്രായേലിൻ്റെ ബന്ദികളെ മുഴുവൻ വിട്ടയക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ മഹാനരകമാക്കും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സാധ്യത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നലെ വൈകി നെതന്യാഹു മൊസാദിൻ്റെ തലവനും CIA അല്ലെങ്കിൽ അവരുടെ കമാൻഡോസും വളരെ വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടുത്തിട്ട് ചർച്ചയ്ക്കായിട്ട് ഈ പറയുന്ന ദോഹയിൽ ഖത്തറിൽ പോകുവാൻ പറഞ്ഞിട്ടുണ്ട്. അത് അറിയുവാൻ സാധിക്കുന്നത് ഈ സാറ് പറഞ്ഞ പോലെ ട്രംപ് ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് അതിനകത്തൊരു അവസാനവട്ട ചർച്ച നടത്തിക്കോളാൻ പറഞ്ഞു. കാരണം നെതന്യാഹുവിന് ഇതിനകത്ത് വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ മൊസാദിൻ്റെയും അന്വേഷണത്തിൽ നിന്ന് വരുന്നത് ഇനി ബന്ദികളില്ല എന്ന് തന്നെയാണ്. കാരണം തീർത്തും പല ഘട്ടങ്ങളിലും ഈ തുരങ്കങ്ങളിൽ നിന്നും മറ്റിടത്തുനിന്നും മറിച്ചിടത്തുനിന്നും ഈ പറയുന്ന ബന്ദികളുടെയൊക്കെ മൃതശരീരവും ഒക്കെ പല ഇതായിട്ട് കിട്ടുകയും നമ്മൾ പലവട്ടം ടോക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവരുടെ കസ്റ്റഡിയിൽ ഇരുന്ന ഇത്രയും അക്രമങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയും അല്ലാത്ത രീതിയും, അല്ലെങ്കിൽ ഈ ഹമാസ് എന്ന് പറയുന്നവർ തുരങ്കത്തിൽ കൊടുക്കുന്ന നാലുപാടും കിടന്ന് ഓടുക. കാരണം മാത്രവുമല്ല ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അല്ലെങ്കിൽ മൊസാദിൻ്റെ ഒക്കെ ആക്രമണത്തിൽ ഇവരുടെ റൂട്ടുകളൊക്കെ തെറ്റി വഴിതെറ്റി പോവുകയും അല്ലെങ്കിൽ എവിടാണ് ബന്ദികളെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ബന്ദികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അത് ഈ പറയുന്ന ഖത്തറിൻ്റെ നിയന്ത്രണത്തിലും ദോഹയുടെ ഖത്തറിൻ്റെ നിയന്ത്രണത്തിലും. ഖത്തറും ഈജിപ്റ്റുമാണല്ലോ ഈ മാതിരി ചർച്ചകൾക്ക്, വെടിനിർത്തൽ ചർച്ചകൾക്ക് പലവട്ടം തയ്യാറായിട്ടുള്ളത്. അതായത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ ഖത്തറിലാണല്ലോ ഈ ലോകത്തുടനീളമുള്ള ഭീകര സംഘം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും എല്ലാം നേതാക്കന്മാരിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സന്നാഹങ്ങൾ ഒപ്പിക്കുകയും കൊട്ടാരതുല്യമായ വീടുകൾ പണിയുകയും ഈ പറയുന്ന 7th സീരീസ് ഓടി കാറുകൾ മക്കൾ നടക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്ന് വെക്കടാ വെടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പാവത്തങ്ങളെ കൊണ്ട് വെടിവെപ്പിക്കുകയും ഇവരെ ഈ വെടിവെപ്പിൻ്റെ കെറോപ്പിൽ കോടാനുകോടി രൂപ പല രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അത് മേടിച്ചിട്ട് അവിടെ രാജകീയമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ തുടരുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ബങ്കറി വെച്ച് ഏറ്റവും അവസാനം കൊന്ന ഒരു ഹമാസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഈ പറയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അയാൾ മാത്രമേ ഉള്ളൂ ബങ്കറിനകത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിന് തുല്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ ചിത്രങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പം ഇന്നലെ വൈകി ഒരു പക്ഷേ ഈ ദോഹയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മൊസാദിൻ്റെയും CIAയുടെയും അവരുടെ പ്രധാനപ്പെട്ട മൊസാദിൻ്റെ തലവനുണ്ട്, CIAയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്, അതുപോലെ കമാൻഡോസ് ഉണ്ട്. വളരെ വലിയൊരു സംവിധാനത്തോടു കൂടിയാണ് അവരവിടെ പോയിരിക്കുന്നത്. ഈ ചർച്ച വെടിനിർത്തൽ ചർച്ച എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബന്ദികളെ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ആലോചിക്കാം, ആ ചർച്ച പൂർണ്ണമാകും. ബന്ദികളെ തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ അവശേഷിക്കുന്ന ഈ ഹമാസിൻ്റെ ഉൾപ്പെടെയുള്ള തലവന്മാരെ ഇപ്പോഴേ അവരെവിടെയുണ്ടെന്നും ഏതെങ്കിലും രാജ്യത്താണെങ്കിലും അവരെ വകവരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് മൊസാദ് തയ്യാറാക്കിയിട്ടുള്ളതാണെന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് വെളിയിൽ വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഖത്തറിന് ഇതിനകത്ത് വളരെ വലിയ ഭയമുണ്ട്. ഈ ഖത്തറിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ ഖത്തർ പാതാളതുല്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഈ പറയുന്ന ഹമാസിൻ്റെ നിലവിലുള്ള തലവന്മാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെയും ഈ ലോകത്തുള്ള ഇപ്പം അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പോലും ഫണ്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ഖത്തറിൽ നിന്ന്. ഈ ഖത്തറിൽ നിന്ന് ഫണ്ട് ഇവിടുത്തെ PFIക്കാരന് അനൗദ്യോഗികമായിട്ട് വരുന്നതായിട്ട് പോലും കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അതായത് ലോകത്ത് ഇവൻ്റെ കയ്യിൽ ആവശ്യം പോലെ കാശുണ്ട്. ഈ ഖത്തറിൽ തന്നെ അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ട്. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്ന ആൾ അമേരിക്കൻ ബേസ് അവിടുന്ന് മാറിയാൽ അവൻ്റെ ഭരണം തെറിയും. ഇപ്പം ട്രംപിന് ഈ ഖത്തറിനോട് താല്പര്യമില്ല. പലവട്ടം ട്രംപ് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് അന്ത്യശാസനം ഖത്തറിന് കൊടുക്കുന്നത്. ഈ ഖത്തറിലാണ് ഹമാസിന്റെ നേതൃത്വ നിര മുഴുവൻ. അതെ, ഹമാസിന്റെ എന്നല്ല, ലോകത്തുടനീളമുള്ള തീവ്രവാദികളുടെ മൊത്തം, ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ കുടുംബം ഉൾപ്പെടെ വലിയ സെറ്റപ്പിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടി സൂക്ഷിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഖത്തർ. കാരണം ഇതിനെല്ലാം വേണ്ട പ്രമോഷൻസ് നേതാക്കന്മാരെ അവിടെ ഹോൾഡ് ചെയ്താൽ മതിയല്ലോ, വേറെ എങ്ങും രാജ്യത്തിൻ്റെ സുരക്ഷ. പക്ഷെ ഇപ്പോൾ അത് വരാൻ പോകുന്നത് പറയാൻ ഇവർക്കറിയാം. ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഇതുവരെ ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയൊക്കെ നേതാക്കന്മാരെയൊക്കെ മരിച്ച ചരിത്രം സാറിന് അറിയാമല്ലോ.
ഇറാനിൽ ഈ പറയുന്ന പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് 100 മീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ഹമാസിന്റെ തലവനെ അന്ന് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ അന്ന് പ്രസിഡന്റിന്റെ അതായിരുന്നല്ലോ അദ്ദേഹം ചാർജ് എടുക്കുന്ന ദിവസം പട്ടാളത്തിന്റെ ഏരിയയ്ക്കകത്താണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കുന്നത്. അദ്ദേഹം മരിച്ചു. ഇതുവരെ വെളി വന്നിട്ടില്ല എങ്ങനെയാണ് മരിച്ചത്, വെടികൊണ്ടാണോ ബോംബ് വെച്ചാണോ വിഷം ചെന്നാണോ, അവരും പറഞ്ഞിട്ടില്ല ഇവരും പറഞ്ഞിട്ടില്ല. അപ്പം മൊസാദിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ഒളിപ്പിച്ചാലും ഇവരുടെയൊക്കെ സംവിധാനത്തെ പറ്റി അറിയാമല്ലോ. കാരണം അമേരിക്കൻ ബേസില്ലെങ്കിൽ രാജ്യം ശിഥിലമാവുന്ന രീതിയിലുള്ള, കാരണം പട്ടാളമോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യയിലെ പോലീസ് അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ ഇനിയിപ്പം ഇവരാവുന്ന രീതിയിലേക്ക് പോവുക. കാരണം എല്ലാ ഈ പറയുന്ന രാജ്യങ്ങൾക്കും അവസാന ആശ്രയമായിട്ട് വരുന്നത് ഇസ്രായേലായിട്ട് വരിക. ആ സമയത്താണ് ഈ ഖത്തറിൻ്റെ കാര്യം. ഖത്തർ ഇപ്പോൾ അവിടെ ഈ പറയുന്ന ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിന് ഖത്തറിനോട് ആവശ്യപ്പെടാൻ കാര്യം അർത്ഥം അറിയാമല്ലോ. ബന്ദികൾ ഇല്ലായ്മ ഒരവസ്ഥ വന്നാൽ ഈ കരാറ് തെറ്റിയാൽ അടുത്ത ആക്രമണം ഖത്തറിന്റെ പുറത്തോട്ട് വരും. ഖത്തർ ഭയക്കുന്നുണ്ട്. ഖത്തർ ഭയക്കുന്നുണ്ട്. ഖത്തർ ഇവരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം നേർചിത്രം ഒരുപക്ഷെ ഈ പറയുന്ന ബൈഡൻ എന്ന് പറയുന്ന ആള് ഇവരുമായിട്ട് ഒക്കെ ചർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി പോലും ഖത്തറിന്റെ അവിടെ ഹോൾഡ് ചെയ്യാൻ ഖത്തറിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട്. അതിന് എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതായത് തീവ്ര നിലപാടുള്ള നേതാക്കന്മാരെ അവിടെ ഹോൾഡ് ചെയ്തു ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ഖത്തറിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ഈ ചില വാർത്തകളൊക്കെ അന്ന് വന്നിട്ടുള്ള ദേശീയ മാധ്യമങ്ങൾ. പക്ഷേ ബൈഡനെ സംബന്ധിച്ചോളം അതാണ്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. തീവ്രവാദികൾ ഈ ലോകത്ത് വേണ്ട, അതിനകത്ത് കൃത്യം. അതുകൊണ്ടാണ് ഖത്തറിനോട് ആദ്യമേ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് കാര്യമൊക്കെ ഓക്കെ, സന്തോഷമുണ്ട് വിളിച്ചതിനകത്ത്, അവിടുത്തെ മൊത്തവന്മാരെയും മാറ്റിക്കണമെന്ന് ആദ്യമേ പുള്ളി അടുത്ത രണ്ടാമത്തെ വാക്കിൽ ഒരുത്തൻ അഭിനന്ദനം അർപ്പിക്കാൻ വിളിച്ച ഖത്തറിൻ്റെ ഭരണാധികാരിയോട് പറഞ്ഞത് അവിടുത്തെ ഈ തീവ്ര നിലപാടുള്ള ഹമാസിൻ്റെ ഉൾപ്പെടെ നേതാക്കന്മാരെ അവിടുന്ന് മാറ്റിക്കണം, അത് അതിനുള്ള തീരുമാനം എടുക്കണം. അപ്പം ഇപ്പം 20-ാം തീയതിക്ക് മുമ്പ് ബന്ദികളെ വിടണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ട്രംപ് പറഞ്ഞിട്ടുള്ള നെതന്യാഹുവായിട്ടുള്ള ചർച്ചയ്ക്കകത്തുനിന്ന് വരുന്ന 20-ാം തീയതിക്ക് മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം. ബന്ദികളെ മോചിപ്പിക്കാൻ ഖത്തർ എല്ലാം ഖത്തറും അതിനോടനുബന്ധിച്ച് അവർക്ക് സഹായമായി ഹമാസിന് സഹായമായി വയ്ക്കുന്ന ഖത്തറും അല്ലെങ്കിൽ ഹമാസ് നേതാക്കന്മാരെ ആര് ഹോൾഡ് ചെയ്യുന്നോ എവിടെ കയറിയായാലും ഈ പറയുന്ന അവരെ ഇല്ലായ്മ ചെയ്തിരിക്കണം. ഇനിയും ഒരു ഹമാസിൻ്റെ ആൾ പോലും ഈ ബന്ദികളെ തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വന്നാൽ ലോകത്തെവിടെ ഇരുന്നാലും ജീവിച്ചിരിക്കേണ്ട എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെയും താല്പര്യം. അതുപോലെ തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്, നമ്മളുടെ പൗരന്മാരുടെ ചോര പറ്റിയ കൈകൾ എവിടെ ഇരുന്നാലും ഇനി അത് ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പിനെ അല്ലെങ്കിൽ ഇന്ന് അവിടെ ചർച്ച നടക്കുമായിരിക്കും. ഇന്നലെ വെളുപ്പിനെ അവിടെ ഇറങ്ങിയിട്ടുള്ള ഈ പറയുന്ന കമാൻഡോസും മൊസാദിൻ്റെ തലവനും CIA ഒക്കെ ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെ നടക്കുന്ന ഓപ്പറേഷൻസ് അറിയാമല്ലോ. ഓപ്പറേഷൻസിൻ്റെ ഒരു രീതി അറിയാമല്ലോ. അവരുടെ പല ഘട്ടങ്ങളിലും പലയിടത്തും ചെന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന, നേരത്തെ ഒരു ചർച്ച നടന്നിട്ട് തിരിച്ചു വന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറിയാമല്ലോ. ഈ ഹമാസിൻ്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഹിസ്ബുള്ള നേതാക്കന്മാരും ഒക്കെ അവിടെ മരിച്ചു. ഇപ്പം ഇതും ഒരു വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. കാര്യങ്ങൾ തീരുമാനമായിട്ടില്ലെങ്കിൽ തീരുമാനമാവാൻ സാധ്യതയില്ല. കാരണം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ ബന്ദികളുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ ബന്ദികളില്ലെന്നാണ് മൊസാദിൻ്റെ റിപ്പോർട്ട്. പക്ഷേ അങ്ങനെ ബന്ദികളെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നെതന്യാഹുവിന് പിന്നെ ഇസ്രായേലിൽ വലിയൊരു എതിർപ്പ് നേരിടേണ്ടി വരത്തില്ലേ? അല്ല, അത് വരും. ആദ്യഘട്ടങ്ങളിൽ അതിലുണ്ടായിരുന്ന അവിടെ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് നെതന്യാഹു എടുത്ത തീരുമാനം വളരെ കൃത്യമാണ്. നമ്മൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പേ, അതായത് 75-ലാണെന്ന് തോന്നുന്നില്ലേ ഈ നമ്മുടെ ഈ കായിക താരങ്ങളെ ബന്ദിയാക്കി ഇവർ ഓപ്പറേഷൻ നടത്തി. അന്നും ഇവരുടെ രീതി ഇതാണ്. ഇന്ന് നമ്മളുടെ ബന്ദികൾ അവർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അവർക്കെതിരെ നടത്തുന്ന ആക്ഷൻസും അല്ലെ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് തടയിടുന്നതിന് വേണ്ടിയുള്ളൊരു ഇതാണ്. നമ്മളുടെ ബന്ദികൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനപ്പുറം അല്ല അവരുടെ ജീവിതവും എന്നൊക്കെയുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കുന്നതിന് ബന്ദികളെ വെച്ച് വിലപേശി ആ തിരിച്ചടിക്ക് ആഘാതം കുറയ്ക്കുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല. ഹമാസ് തീർന്നു, ഹിസ്ബുള്ള തീർന്നു, ഹൂതികൾ തീർന്നു. ഇപ്പം ഇറാഖ് ഒന്ന് ഒതുങ്ങി നിന്ന് ഇറാഖ് വീണ്ടും എനിക്ക് തോന്നുന്നു തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയാണ്, വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇറാഖിനെ അവർ ഒരു സാധ്യതയും കൂടെ കണ്ടാൽ, ഒരു കാരണം കൂടെ കണ്ടാൽ, ഇതുവരെ ഇറാഖിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിന്ന ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇറാനെ ഒരു പരിധി
ഇത് വെച്ച് ആക്രമിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. പക്ഷേ ഇനിയത്തെ ആക്രമണം അങ്ങനെ ആയിരിക്കുന്നത്. ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞത് അവനെ അടിച്ച് ദൂരക്കളായി, ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ്, ഈ രാജ്യം വേണ്ട, ഇതല്ലയോ എല്ലായിടവും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം, അല്ലെങ്കിൽ ലോകം മൊത്തം ഭീകരവാദം വളർത്തുന്ന രാജ്യം ഇറാനാണല്ലോ. ഇറാനെ എന്തിനാണ് നമ്മൾ മുമ്പ് ഇറാഖ് എന്നാണ് പറഞ്ഞത്, ഇറാൻ എന്തിനാണ്, വേണ്ട, തീർത്ത് കളയാൻ പറയുന്ന മാനസികാവസ്ഥയിൽ ഇലക്ഷൻ നേരിട്ട ആളാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇപ്പോൾ പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് അവസ്ഥ എന്തുമായിരിക്കും, കൈകാര്യം ചെയ്തേക്കാൻ പറയും. കാരണം ഇപ്പം യുദ്ധത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, എവിടെ കൈകാര്യം ചെയ്യുന്ന ആർക്കും ചോദിക്കേണ്ടതല്ലോ, ഇഷ്ടമുള്ളവരല്ലയോ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ 20-ാം തീയതിക്ക് മുമ്പ് യുദ്ധം തീർക്കണമെങ്കിൽ ഹമാസ് ആവശ്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും കീഴടക്കി കഴിഞ്ഞല്ലോ, ആവശ്യമെന്ന് പറഞ്ഞാൽ ബന്ദികളെ തിരിച്ചു കൊടുക്കും. ബന്ദികളെ തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ വരുവാണെങ്കിൽ ഏത് രാജ്യത്തിരുന്നാലും, അതിനകത്ത് നൈജീരിയയിലുണ്ടെന്ന് പറയുന്നുണ്ട്, ഈ പിന്നെ ഖത്തർ പ്രധാനമായിട്ടും, അതുപോലെ പിന്നെ എവിടെ കയറിയാലും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ മൊസാദ് ഉണ്ടല്ലോ, പിന്നെ CIA കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ സംഭവിക്കാനാണ് സാധ്യത, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.